നമ്പർ 8 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് നമുക്ക് 2 ഡിവൈസിനെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. വൺ ഈസ് ബ്രിഡ്ജ്, മറ്റൊന്നാണ് മോഡം. ഓക്കെ, എന്താണ് ബ്രിഡ്ജ് എന്ന് നോക്കാം നമുക്ക്. ബ്രിഡ്ജ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 2 നെറ്റ്വർക്ക് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് കുറേ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ മറ്റൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, ഈ 2 നെറ്റ്വർക്കുകളെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ 2 നെറ്റ്വർക്കുകളെ ഒരു ബ്രിഡ്ജ് ഉപയോഗിച്ച് ഇൻ്റർ കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് കുറേ കമ്പ്യൂട്ടറുകളുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. കുറേ കമ്പ്യൂട്ടറുകളുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. വി ഹാവ് സോ മെനി കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, കുറേ കമ്പ്യൂട്ടറുകളുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. ഈ കമ്പ്യൂട്ടറുകളെല്ലാം നമ്മളൊരൊറ്റ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തതെങ്കിൽ, സിംഗിൾ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. 1 2 3 4 5 6 7 8 9 അങ്ങനെ കുറേ കമ്പ്യൂട്ടറുകളെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അത് ഇറ്റ്സ് എ വെരി ബിഗ് നെറ്റ്വർക്ക്. അസ്യൂം ദാറ്റ് ഇസ് എ വെരി ഓക്കെ, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. 1 second, let us connect like this അല്ലേ. ഈ കമ്പ്യൂട്ടറുകളെല്ലാം നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് എ വെരി ബിഗ് നെറ്റ്വർക്ക്. വലിയ നെറ്റ്വർക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിനകത്ത് ട്രാഫിക് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് നെറ്റ്വർക്കിനെ, വലിയ നെറ്റ്വർക്കിനെ നമുക്ക് സെഗ്മെൻറ്റൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? സെഗ്മെൻറ്റൈസ്, 2 ഭാഗങ്ങളാക്കി മാറ്റാം. സെഗ്മെൻറ്റൈസ് പറഞ്ഞാൽ 2 കഷ്ണങ്ങളാക്കുക, 2 ഭാഗങ്ങളാക്കുക. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെറ്റ്വർക്കിനെ നമുക്ക് 2 സെപ്പറേറ്റ് നെറ്റ്വർക്കുകളാക്കിയിട്ട് മാറ്റാം. വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്യാം, ഇവിടെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ കമ്പ്യൂട്ടറുകളൊക്കെ ഇവിടെ കണക്ട് ചെയ്യാം. ഈ കമ്പ്യൂട്ടറുകളൊക്കെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക, ഇവിടെ ഒരു നെറ്റ്വർക്ക് ആക്കാം. ദെൻ വി വിൽ പ്രൊവൈഡ് അനദർ സ്വിച്ച് ഹിയർ, ദെൻ ഈ കമ്പ്യൂട്ടറുകളെയൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം അല്ലേ. ഇങ്ങനെ 2 നെറ്റ്വർക്കാണ്. അങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ ഡിവൈസ് വെക്കാം, ഒരു ബ്രിഡ്ജ് എന്ന ഡിവൈസ് വെക്കാം. എന്താണ് ബ്രിഡ്ജ്? ഈ ബ്രിഡ്ജ് എന്ത് ചെയ്യും? ഈ 2 നെറ്റ്വർക്കിനെയും പരസ്പരം കണക്ട് ചെയ്യും. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ശ്രദ്ധിക്കണേ, ഈ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ട്രാഫിക് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് ആ ട്രാഫിക് ബാധിക്കില്ല, ഈ ഭാഗത്തേക്ക് ട്രാഫിക് ബാധിക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ഏത് 2 കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ആ ട്രാഫിക് ഇവിടെയുള്ള നെറ്റ്വർക്കിനെ ബാധിക്കില്ല. അതേപോലെ ഇവിടെ നടക്കുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഇവിടെയുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അതൊരിക്കലും ഇവിടുത്തെ നെറ്റ്വർക്കിനെ ബാധിക്കില്ല. അങ്ങനെ 2 നെറ്റ്വർക്കിനെയും സെഗ്മെൻറ്റൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ എപ്പോഴാണ് ഡാറ്റ പാസ് ചെയ്യുക? ഇവിടെയുള്ളൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഡാറ്റ ഇങ്ങോട്ട് ഇതുവഴി പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അഡ്വാൻറ്റേജാണ് എന്തിനുള്ളത്? ഈ ബ്രിഡ്ജിനുള്ളത്. ബ്രിഡ്ജ് എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 നെറ്റ്വർക്കുകൾ, ഒരു വലിയ നെറ്റ്വർക്കിനെ സെഗ്മെൻറ്റൈസ് ചെയ്ത് 2 ഭാഗങ്ങളാക്കും. ഇങ്ങനെ 2 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് ട്രാഫിക്കിൽ ഭയങ്കര മാറ്റം വരും. കാരണം ഇവിടെ നടക്കുന്ന ഡാറ്റ ട്രാൻസ്ഫർ ഒന്നും ഇവിടെ ബാധിക്കില്ല, അതിൻ്റെ ട്രാഫിക്കൊന്നും ഈ ഭാഗത്ത് ബാധിക്കില്ല. അങ്ങനെ ഒരു നെറ്റ്വർക്കിനെ 2ആയിട്ട് സെഗ്മെൻറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബ്രിഡ്ജ്. 2 ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം അല്ലേ. 2 ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം ബ്രിഡ്ജ്. ഇപ്പോൾ ഇതൊരു ലാനാണെന്ന് വിചാരിക്കുക. ഏത്? സപ്പോസ് ദിസ് വൺ ഈസ് എ ലാൻ, ഇതൊരു ലാനാണ്, ഇത് മറ്റൊരു ലാനാണ്. അപ്പോൾ ഈ 2 ലാനുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാം, ബ്രിഡ്ജ് യൂസ് ചെയ്യാം. ഇവിടെ ഇൻ്റർകണക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? ബ്രിഡ്ജ് യൂസ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ വലിയ നെറ്റ്വർക്കിനെ സെഗ്മെൻറ്റൈസ് ചെയ്യുക, 2 കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ഒരു ഭാഗത്തുള്ള ട്രാഫിക് മറ്റേ ഭാഗത്ത് ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രിഡ്ജ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഓക്കെ, ദിസ് വൺ. സോ വാട്ട് ഈസ് എ ബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. എന്താണ്? എ ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. An existing network can be split into different segments and can be interconnected using bridge. This reduces amount of traffic on a network. ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ടു വാട്ട്? ടു സെഗ്മെൻറ്റൈസ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ സെഗ്മെൻറ്റൈസ് ചെയ്യാനാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ടു സെഗ്മെൻറ്റൈസ് എ ബ്രിഡ്ജ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ കഷ്ണങ്ങളാക്കാൻ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ. എന്നിട്ടോ എൻ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ഒരു വലിയ നെറ്റ്വർക്കിനെ ചെറിയ ചെറിയ സെഗ്മെൻ്റായിട്ട്, ഡിഫറെൻറ്റ് സെഗ്മെൻ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ക്യാൻ ബി ഇൻ്റർ കണക്റ്റഡ് യൂസിങ് ബ്രിഡ്ജ്. എന്നിട്ട് ആ സെഗ്മെൻറ്റുകളെ ഈ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർകണക്റ്റ് ചെയ്യാം. ഇൻ്റർകണക്റ്റഡ് യൂസിങ് ബ്രിഡ്ജ്. സെഗ്മെൻറ്റുകളെ ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർകണക്റ്റ് ചെയ്യാം. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ദിസ് റിഡ്യൂസസ് എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലെ ട്രാഫിക് റിഡ്യൂസ് ചെയ്യും. എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ ദ നെറ്റ്വർക്ക്. ഇതാണ് ബ്രിഡ്ജ് എന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നൗ ഇനി അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് വാട്ട് എ ബ്രിഡ്ജ് ഈസ്. ഓക്കെ, നൗ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ മോഡം എന്താണെന്നാണ്. ഓക്കെ, സോ ഐ വിൽ ഡിസ്കസ് വാട്ട് ഇസ് മോഡം. Okay, so let us go to router. We covered gateway, covered modem. So what is modem? That's what we are going to discuss now. See modem. എന്താണ് modem? A modem is an electronic device used for communication between computers through telephone lines. The name is formed from the first three letters of the two words of modulator and demodulator. It converts digital signal received from a computer to analog signal for telephone lines. It also converts analog signals received back from telephone lines to digital signal for computers. Speed of modem is measured in bits per second. എന്ന് പറഞ്ഞാൽ എന്താണ് മോഡം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ലോകത്തിൻ്റെ ഒരറ്റത്തും ഇവിടെ മറ്റേ അറ്റത്ത് വേറെ കമ്പ്യൂട്ടർ ഉണ്ട്. ഈ രണ്ട് കമ്പ്യൂട്ടർക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ എന്താ ഉപയോഗിക്കുക? ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ അതുപോലെ അനലോഗ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുക, ടെലിഫോൺ ലൈൻസ്. അപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ടെലിഫോൺ ലൈൻസ്. അപ്പോൾ എന്ത് ചെയ്യാറിയോ? ഈ പിന്നെ കമ്പ്യൂട്ടറിന് ഡിജിറ്റൽ സിഗ്നൽ, കമ്പ്യൂട്ടറിൻ്റെ സിഗ്നൽ എന്താണ്? ഡിജിറ്റൽ സിഗ്നലാണ്. കമ്പ്യൂട്ടറിൻ്റെ സിഗ്നൽ ഡിജിറ്റൽ സിഗ്നലാണ്. ടെലിഫോൺ ലൈൻസിലെ സിഗ്നൽ എന്ന് പറയുന്നത്, ടെലിഫോൺ ലൈൻസിലെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലെ സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ ടെലിഫോൺ ലൈനിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അവസാനം ഈ കമ്പ്യൂട്ടറിലെത്തുക ചെയ്യുക. അങ്ങനെയാണല്ലോ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. നമ്മുടെ പഴയ കാലത്തൊക്കെ ടെലിഫോൺ ലൈൻസ് ആയിരുന്നു. ഇപ്പം നമുക്ക് അതിന് പകരം എന്താണ്? വയർലെസ് കണക്ഷനാണ്. എന്തൊക്കെയാണെങ്കിലും ശരി. അപ്പോൾ നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിലെ സിഗ്നൽ ഡിജിറ്റലാണ്, പക്ഷേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽ വഴിയാണ്. കമ്പ്യൂട്ടറിൽ തിരിച്ചെത്തേണ്ടതും ഡിജിറ്റൽ സിഗ്നലാണ്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിഗ്നലാണ് ഡിജിറ്റൽ സിഗ്നൽ, നമുക്കറിയാമല്ലോ. പിന്നെ അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പിന്നെ വോൾട്ടേജുള്ള സിഗ്നലാണ് അനലോഗ് സിഗ്നൽ. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ഇങ്ങനെയുള്ള സിഗ്നലിനെ നമുക്ക് ടെലിഫോൺ ലൈനിലൂടെ ഇങ്ങനെ പാസ് ചെയ്യണം, അനലോഗ് സിഗ്നലായിട്ട് പാസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഉള്ളൊരു പിന്നെ കാര്യമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ടെലിഫോൺ ലൈനും കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് ഇവിടെ ഒരു ഡിവൈസ് വേണം. ഇവിടെ ഒരു ഡിവൈസ് ആണ്. ഈ ഡിജിറ്റൽ സിഗ്നലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്താലാണ് അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്താലാണ് ഇതുവഴി നമുക്ക് സിഗ്നൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പം വീണ്ടും ഈ അനലോഗ് സിഗ്നലിനെ, ഇതിലെ വരുന്ന അനലോഗ് സിഗ്നലിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഡിജിറ്റൽ സിഗ്നലാക്കിയിട്ട് മാറ്റണം.
അപ്പോൾ ഇവിടെ ഉള്ളത് അനലോഗ് സിഗ്നൽ. അപ്പോൾ നോക്ക് എന്താ സംഭവിക്കുന്നത് നോക്ക്. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഈ ഡിജിറ്റൽ സിഗ്നൽ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഈ ഡിവൈസിനാണ്. ഈ ഡിവൈസിനെ നമ്മൾ മോഡം എന്ന് വിളിക്കുക, മോഡം. അതേപോലെ ഇങ്ങനെ ഈ ടെലിഫോൺ ലൈനിലൂടെ വരുന്ന അനലോഗ് സിഗ്നലിനെ നമുക്ക് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണമെങ്കിൽ എന്താക്കി മാറ്റണം? ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റണം. ഈ അനലോഗ് സിഗ്നലിനെ വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതും ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മോഡം എന്ന ഡിവൈസാണ്. അപ്പോൾ മോഡം എന്ന ഡിവൈസ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും, അതുപോലെ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും, തിരിച്ചും കൺവേർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? അതുകൊണ്ട് മോഡം എന്താ ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കും. അതുപോലെ അനലോഗ് സിഗ്നലിനെ തിരിച്ചു ഡിജിറ്റലും ആക്കും. രണ്ട് കാര്യവും അത് ചെയ്യും. ഒരെൻഡിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കും. കമ്പ്യൂട്ടറിൽ നിന്ന് ടെലിഫോൺ ലൈനിലേക്ക് മാറ്റുമ്പോൾ ഡിജിറ്റലിനെ അനലോഗ് ആക്കും. ഇനി ടെലിഫോൺ ലൈനിൽ നിന്ന് വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ ഡിജിറ്റൽ സിഗ്നലാക്കും. ഇങ്ങനെ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്നതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് വിളിക്കുക. മോഡുലേഷൻ. തിരിച്ച് അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നലാക്കുന്നതിനാണ് ഡീമോഡുലേഷൻ എന്ന് വിളിക്കുക. ഡീമോഡുലേഷൻ. ഈ രണ്ട് കാര്യം ആര് ചെയ്യുന്നുണ്ട്? മോഡം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ മോഡുലേഷനിലെ ആദ്യത്തെ എംഒയും ഡീമോഡുലേഷനിലെ അവസാനത്തെ 3 അക്ഷരവും കൂട്ടിച്ചേർത്തിട്ട് അതിനെന്ത് പേര് കൊടുത്തിരിക്കുന്നത്? മോഡം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? മോഡം. MODEM ആണ് മോഡമായത്. കാരണം ഇത് മോഡുലേഷനും ചെയ്യുന്നുണ്ട്, ഡീമോഡുലേഷൻ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യമാണ് മോഡം ചെയ്യുന്നത്. ഒന്ന് മോഡുലേഷൻ, ദാറ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നലിനെ എന്താക്കി മാറ്റും? അനലോഗാക്കി മാറ്റും. എവിടെ? ഈ ഭാഗത്ത് ഇവിടെ ഡിജിറ്റലിനെ അനലോഗാക്കും. തിരിച്ച് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? അനലോഗ് സിഗ്നലിനെ തിരിച്ച് ഡിജിറ്റലാക്കും. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മോഡുലേഷനും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് മോഡുലേഷനും ചെയ്യുന്നുണ്ട്, ഡീമോഡുലേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മോഡുലേഷൻ്റെ ആദ്യത്തെ 2 അക്ഷരം എംഒയും ഡീമോഡുലേഷൻ്റെ ആദ്യത്തെ 3 അക്ഷരം ഡീമോഡുലേഷനും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മോഡം എന്ന വാക്കുണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ടെലിഫോൺ ലൈൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് അനലോഗ് സിഗ്നൽ മാർഗ്ഗങ്ങൾ വഴിയോ പിന്നെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിജിറ്റൽ ഡാറ്റയെ അനലോഗ് സിഗ്നലാക്കണം. ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഈ സിഗ്നൽ ഇങ്ങനെ ഇതിലൂടെ വന്ന ശേഷം ഇവിടുന്ന് വരുന്ന അനലോഗ് സിഗ്നലിനെ വീണ്ടും എന്താക്കി മാറ്റണം? ഈ അനലോഗ് സിഗ്നലിനെ വീണ്ടും എന്താക്കണം? ഈ അനലോഗ് സിഗ്നലിനെ വീണ്ടും ഡിജിറ്റലാക്കണം. കമ്പ്യൂട്ടറിൽ കൊടുക്കണമെങ്കിൽ ഡിജിറ്റലാക്കണം. അപ്പോൾ ഇവിടെ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനും ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും ആരാ ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നത് മോഡമാണ്. ആരാ ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നത് മോഡമാണ്. ഈ പ്രോസസ്സിനെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനെ മോഡുലേഷൻ എന്ന് വിളിക്കും. അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനെ ഡീമോഡുലേഷൻ എന്ന് വിളിക്കും. ഡീമോഡുലേഷൻ എന്ന് വിളിക്കും. ഈ രണ്ട് വാക്കുകളും കൂടി ചേർത്തിട്ടാണ് മോഡത്തിലെ എംഒയും ഡീമോഡുലേഷനിലെ DEMO കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഡിവൈസിന് എന്ത് പേര് വന്നിരിക്കുന്നത്? മോഡം എന്ന പേര് വന്നിരിക്കുന്നത്. അല്ലേ? മോഡം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കേ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എ മോഡം ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻസ്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ ടെലിഫോൺ ലൈൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് മോഡം ഉപയോഗിക്കുക. കണ്ടോ? ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഈ രണ്ട് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തിൻ്റെ സഹായം ഉപയോഗിക്കുന്നു? ടെലിഫോൺ ലൈനിൻ്റെ സഹായം ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിലേക്ക് മാറ്റാൻ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് മോഡം യൂസ് ചെയ്യും. ഈ ടെലിഫോൺ ലൈനിലൂടെ വരുന്ന അനലോഗ് സിഗ്നലിനെ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ച് ഡിജിറ്റലാക്കാനും ആര് യൂസ് ചെയ്യും? മോഡത്തെ യൂസ് ചെയ്യും. ഈ സംഭവത്തെ മോഡുലേഷൻ എന്ന് പറയും, ഇതിനെ ഡീമോഡുലേഷൻ എന്ന് പറയും. ഈ രണ്ട് വാക്കുകളും കൂട്ടി ചേർത്തിട്ടാണ് മോഡം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ the name is formed from the first 3 letters of 2 words modulator and demodulator.
മോഡുലേറ്ററിൻ്റെയും ഡിമോഡുലേറ്ററിൻ്റെയും രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ MODEM മോഡം എന്ന വാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. മോഡം. ഓക്കെ, എന്താ ഇത് ചെയ്യുന്നത്? ഇറ്റ് കൺവേഴ്സ് ഡിജിറ്റൽ സിഗ്നൽ റിസീവ്ഡ് ഫ്രം എ കമ്പ്യൂട്ടർ ടു അനലോഗ് സിഗ്നൽ ഫോർ ടെലിഫോൺ ലൈൻസ്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കിയിട്ട് ടെലിഫോൺ ലൈൻസിലേക്ക് പാസ് ചെയ്യും. ഇറ്റ് ഓൾസോ കൺവേഴ്സ് അനലോഗ് സിഗ്നൽ റിസീവ്ഡ് ബാക്ക് ഫ്രം ടെലിഫോൺ ലൈൻ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ ഫോർ കമ്പ്യൂട്ടർ. അതുപോലെ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന അനലോഗിനെ അത് എന്താക്കും? ഡിജിറ്റലാക്കും. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിജിറ്റലിനെ ടെലിഫോൺ ലൈനിലേക്ക് മാറ്റാൻ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന അനലോഗിനെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ ഡിജിറ്റലാക്കും. ഈ രണ്ട് കാര്യമാണ് ഇത് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് മോഡം ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. മോഡത്തിൻ്റെ സ്പീഡ് BPS ആയിട്ടാണ് പറയുക, ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് പറയുക. സോ ദിസ് ഇസ് വാട്ട് മോഡം. കണ്ടോ, കമ്പ്യൂട്ടറിൽ നിന്നും ഡിജിറ്റൽ സിഗ്നൽ മോഡം എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ടെലിഫോൺ ലൈനിലൂടെ പോകും. എന്നിട്ട് ഈ വരുന്ന അനലോഗ് സിഗ്നലിനെ മോഡം വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡിജിറ്റലാക്കിയിട്ട് മാറ്റിയിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കും. ഈ രണ്ട് ഓപ്പറേഷനാണ് മോഡം ചെയ്യുന്നത്. എന്താണ്? ഡിജിറ്റലിനെ അനലോഗ് ആക്കുക, അതുപോലെ അനലോഗിനെ ഡിജിറ്റലാക്കുക. ഇതിനെ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ഡിമോഡുലേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. സോ നമ്മൾ ചാപ്റ്റർ നമ്പർ 8 കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് സെഷൻ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.